ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു shameestips ആൻഡ് റിവ്യൂസ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ shameestips ആൻഡ് റിവ്യൂസിലെ പുതിയ പുതിയ റിവ്യൂസും പോസ്റ്റും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് മെയിൽസും മെസ്സേജും ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നതെന്ന്. കുറച്ച് ഡിലേ ആയിപ്പോയി പോസ്റ്റും നമ്മുടെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസും നല്ല നല്ല പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂസും ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൺ ചാനലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെയും അതുപോലെ തന്നെ കുട്ടി കുട്ടി പ്രോഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കടായിയുടെയൊക്കെ ബ്രാൻഡൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ റിവ്യൂ ആണ് നമ്മൾ ഈ shameestips ആൻഡ് റിവ്യൂസ് ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ല നല്ല പ്രോഡക്ട്സിൻ്റെ റിവ്യൂസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല വ്ളോഗ്സും നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സും ഒക്കെ നമ്മുടെ ഈ ചാനലിലുണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. എനിക്ക് എത്രത്തോളം അത് യൂസ്ഫുള്ളായി അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. നമ്മളെ ഇന്ന് പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് ഇതാണ് പേട മേക്കർ. അപ്പോൾ ഇത് പേട മേക്കർ എന്ന് പറയും. പേട മാത്രമല്ല നമുക്ക് ഇതിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. അല്ല നമ്മുടെ ഡെസേർട്ട് ആണെങ്കിലും സ്വീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ തയ്യാറാക്കി എടുക്കാം. ഫസ്റ്റ് ഞാനിത് വാങ്ങിയ ടൈമിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുമോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ആകെ കിട്ടുന്നത് 5 ടൈപ്പിലുള്ള സ്റ്റാമ്പറാണ് കിട്ടുന്നത്. സ്റ്റാമ്പർ ഡിസൈനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനുള്ളിലൂടെ ഒന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് 5 ടൈപ്പ്. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചം കൂടുതലാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ ടൈപ്പിലുള്ള ഒരു ഫ്ലവറിൻ്റെ ടൈപ്പിലുള്ള ഒരു ഡിസൈനുണ്ട്. ഇത് നമുക്ക് നല്ല നാങ്കട്ടായി തയ്യാറാക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡിസൈൻ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റാമ്പർ ഡിസൈനാണ്. ഈ ഡിസൈൻ നമുക്ക് ദീപാവലിക്ക് സ്വീറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും എടുക്കാൻ പറ്റുന്ന നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഹോൾസും അതുപോലെ തന്നെ കുട്ടി ഫ്ലവറൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് കൊള്ളാം, നല്ല ഡിസൈനാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത് വരുന്നത് ഈ ടൈപ്പിലൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈൻ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാർ ഉണ്ട്, പിന്നെ അതിന് നടുക്കായിട്ടൊരു ഫ്ലവറും ഉണ്ട്. കോലമൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പിലാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ഡിസൈനാണിതും. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു വീല് പോലത്തുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പേടയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഒരു ഡിസൈൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇടണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് ഇവിടുന്ന് താഴെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം പിന്നെ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അതിനുള്ളിൽ ആ സ്പ്രിങ്ങും ആ ടൂൾസൊക്കെ ഇളകി പോരും. അതിനുശേഷം നമ്മൾ മാറ്റിയിട്ട് വീണ്ടും ഇതിലേക്ക് വെക്കണം. പിന്നെ വേണ്ടത് ആ സ്പ്രിങ് ഒന്ന് താഴ്ത്തി പിടിക്കണം. നമ്മുടെ ഈ ഡിസൈന് പുറകിലായിട്ട് ഈ സ്ക്രൂ ഇടുന്നതിനായിട്ട് ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഹോളിലേക്ക് നമ്മൾ ഇടേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അത് നമുക്ക് ഇടാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷമീസ് കിച്ചൺ ചാനലിൽ നല്ലൊരു പാൽപ്പേടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് സെയിം പാൽപ്പേടയുടെ മിക്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെറിയ രീതിയിലൊന്ന് കുട്ടി കുട്ടി റോളാക്കി ഒന്ന് ഫസ്റ്റ് എടുക്കണം. അതിന് ഷേപ്പ് ഒന്നും ആവശ്യമില്ല. ഇതിൽ അത്യാവശ്യം ഷേപ്പ് ഉണ്ട്. ഇത്രയും ഷേപ്പിൻ്റെ കൂടി ആവശ്യമില്ല. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെറിയ കട്ടയായിട്ടോ അതുപോലെ ആ ഒരു രീതിയിൽ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി വേണ്ടത് നമ്മുടെ പേട മേക്കർ എടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഒരല്പം എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും പൊട്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഈസി ആയിട്ടൊന്ന് ഇളകി വരാനായിട്ടാണ്. പറ്റുമെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അച്ചിലും കൂടി നമ്മളൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പേടയുടെ മിക്സ് എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ ഈ പേട മേക്കർ ചെറുതായിട്ട് ഇങ്ങനെ നിറക്കി കൊടുക്കാം. അപ്പോൾ വലിയ സൈസ് ആകാൻ പാടില്ല. വലിയ സൈസ് ആയി പോയാൽ ഇതിന് പുറത്ത് നിൽക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അത്യാവശ്യം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റിൽ ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്ക് അറിയാൻ പറ്റും എത്ര വലിപ്പമുള്ള സൈസ് വെക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം കൈവച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരൊറ്റ തവണ മാത്രം നമ്മളിത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും വീണ്ടും പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കണം.
ഒന്നുകിൽ ഇതൊക്കെ നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അതിലവിടെ തന്നെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിസൈൻ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പ്രൊഫഷണൽ ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിത് വാങ്ങിയ സമയത്ത് അങ്ങനെ ഇതുപോലെ ഇത്രയും നീറ്റായിട്ടൊന്നും നമ്മുടെ സ്വീറ്റ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇതുപോലെ ഓരോ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസൊക്കെ എടുത്ത് വെക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ പേടയുടെ ഡിസൈനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്തവണ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ വന്നിട്ടില്ല, അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്ന്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മൾ കൈ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താലും ഈ ഒരു രീതിയിൽ കിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് സ്വീറ്റ്സ് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഏത് റെസിപ്പിയും ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേട മേക്കറിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വാങ്ങിയതിന് ശേഷം. പിന്നെയും നമുക്കിതിൽ നോക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇത് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. നല്ല പ്ലാസ്റ്റിക്കൊക്കെ നല്ല ഇതായിട്ടാണ് ഉള്ളത്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോഴൊന്നും അങ്ങനെ വളഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഐഡിയപരമായിട്ടും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെയാണ് തോന്നിയത്. ഇതിൽ പ്ലസ് പോയിന്റ് ഈ ഒരു രീതിയാണ്. എനിക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് കിട്ടുന്നില്ലേ, ഇതുപോലെ നല്ല ഡിസൈനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിലേക്ക് എടുത്ത് പറയാനായിട്ട് തോന്നിയത് ഇതിൻ്റെ പ്രൈസാണ്. ഇതിന് ഞാൻ വാങ്ങിയത് 400 രൂപയ്ക്കാണ്. ആമസോണിൽ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. 400 രൂപയുടെ പ്രോഡക്റ്റ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി, നല്ല പ്ലാസ്റ്റിക്കും ഒക്കെയാണ്. പിന്നെ ഇത് യൂണീക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പുറത്ത് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പിലൊന്നും പോകുമ്പോൾ കണ്ടിട്ടില്ല. അതിൻ്റെ പേരിലാണ് അത് വാങ്ങിയത്. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പ്രൈസ് മാത്രമാണ് എനിക്ക് കുറച്ച് ജാസ്തിയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള ഡിസൈനൊക്കെ വെച്ചിട്ട് ഒരുപാട് യൂസുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഈ പ്രൈസിന് വാങ്ങാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷോപ്പുള്ള ആൾക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വീറ്റ്സൊക്കെ വിൽക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫങ്ഷൻസൊക്കെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈസിനൊക്കെ വാങ്ങി ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് തന്നെ സ്റ്റാർ ആകാൻ പറ്റുന്ന നല്ലൊരു പേട മേക്കറാണ്. അപ്പോൾ പറ്റുന്നവർ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് വാങ്ങാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇപ്പോൾ എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഓഫറും കൂടി ചേർത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എന്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള കടായിയാണെന്നോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ പറഞ്ഞിട്ട് ആയിരിക്കും ഞാൻ നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ റിവ്യൂ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ റിവ്യൂവും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ റെഗുലറായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ല നല്ല വീഡിയോസും ടിപ്സും അതുപോലെ തന്നെ വ്ളോഗും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്നും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.